നമസ്കാരം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ട കേസ് വീണ്ടും വിചാരണ ചെയ്യപ്പെടുമ്പോൾ പ്രധാന സാക്ഷിയായ സിസ്റ്റർ അനുപമയും രണ്ട് കന്യാസ്ത്രീകളും മഠം ഉപേക്ഷിച്ചതാണ് പുതിയ ചർച്ചയ്ക്ക് വഴിവെക്കുന്നത്. ബിഷപ്പ് മഠത്തിൽ താമസിച്ച് 13 തവണ ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്നതായിരുന്നല്ലോ കേസ്. പീഡനം നടന്നതായി ആരോപിക്കുന്ന 2016 കഴിഞ്ഞ് 2018 പരാതി ഉയരുന്നത്. ഇതിനിടയിൽ എന്താണ് നടന്നതെന്ന് പുറത്താർക്കും അറിയില്ല. കേസിനായി കോടതിയിൽ എത്തിച്ച തെളിവുകളിൽ ഒന്നുപോലും ബിഷപ്പിനെതിരെ ആയിരുന്നില്ല. സാക്ഷിപ്പട്ടികയിൽ ഉണ്ടായിരുന്ന 83 പേരിൽ 44 പേരെ അവർ തന്നെ ഒഴിവാക്കിയിരുന്നു. പ്രധാന സാക്ഷിയായിരുന്ന സിസ്റ്റർ അനുപമ ഒരു ചാനലുമായി നടത്തിയ അഭിമുഖത്തിൽ പറയുന്നത്, സാക്ഷി പറയാൻ വന്നപ്പോഴാണ് പീഡന കേസാണെന്ന് അറിയുന്നതെന്നാണ്. ബിഷപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മഠത്തിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾക്ക് അദ്ദേഹവുമായി ഉണ്ടായിരുന്ന പ്രശ്നം പീഡനമാക്കി കോടതിയിൽ എത്തിച്ചുവെന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. സിസ്റ്റർ അനുപമ സാക്ഷിയായി വന്നതിന് കാരണം തന്റെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് മെത്രാനോടുള്ള വിരോധമാണെന്ന് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കേണ്ടി വരുന്നു. 10 CD-യിലും 15 പെൻഡ്രൈവിലുമായി കേസിന് തെളിവുണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ എല്ലാവർക്കും ആവേശമായി. അത് വിശ്വസിച്ച് ഇരയുടെ വികാരി അച്ഛനും രംഗത്ത് വന്നു. ഇത്രയും തെളിവുണ്ടായിട്ട് എന്തുകൊണ്ടാണ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന ആരോപണമാണ് പിന്നീട് ഉയർന്നത്. സിസ്റ്റർ അനുപമ അതിലൊന്നുപോലും കോടതിയിൽ ഹാജരാക്കാതെ വന്നപ്പോൾ എല്ലാവരും നിരാശരായി. CD-യുടെയും പെൻഡ്രൈവിന്റെയും പിന്നാമ്പുറ കഥ അനുപമ ഇനിയും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. സദാം ഹുസൈൻ ആണവായുധം സൂക്ഷിച്ചിരുന്നു എന്ന് ആരോപിച്ചാണ് അമേരിക്ക അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് മാരകമായതൊന്നും കണ്ടെത്താനായില്ല എന്ന് ചരിത്രം പറയുന്നത്. ഫ്രാങ്കോ ബിഷപ്പിനെതിരായ കേസും ഈ കാറ്റഗറിയിൽ വരുന്നതാണെന്നാണ് തോന്നുന്നത്. കോടതിയുടെ പുറത്ത് വഞ്ചി സ്ക്വയറിൽ സിസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിൽ സന്യാസ സഭാ നിയമം ലംഘിച്ച് സമര പരമ്പര ആരംഭിച്ചത് ശത്രുക്കളെ സഭയ്ക്കെതിരായി ഒന്നിപ്പിക്കാൻ കാരണമായി. കന്യാസ്ത്രീകളെ സമരത്തിനായി തെരുവിലേക്ക് നയിച്ചവരുടെ സഹായം ഇപ്പോഴും തുടരുന്നതായാണ് പറയുന്നത്. നാർക്കോട്ടിക് ലവ് ജിഹാദ് വിഷയത്തിൽ പ്രതികരിച്ച പാലാ മെത്രാനെ വിമർശിച്ചുകൊണ്ട് പ്രത്യുപകാരമായ സിസ്റ്റർ അനുപമ പ്രസ്താവന ഇറക്കുകയും ചെയ്തു. കേസിൽ തെളിവ് കണ്ടെത്താനാകാതെ 2022 ജനുവരിയിൽ കോടതി വിധി വന്നപ്പോൾ ബിഷപ്പ് നിരപരാധി എന്ന് കണ്ട് വെറുതെ വിട്ടു. ഇരയും സാക്ഷിയും ഉൾപ്പെടെ 6 കന്യാസ്ത്രീകൾ കുറവിലങ്ങാട് മഠത്തിൽ താമസം തുടർന്നു. ബിഷപ്പ് കൊടുത്ത ട്രാൻസ്ഫർ കൈപ്പറ്റി പഞ്ചാബിലേക്ക് പോയാൽ ഇതിലും വലിയ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതുകൊണ്ട് തന്നെ സിസ്റ്റർ അനുപമ കുറവിലങ്ങാട് മഠം വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല. ഇവരും 2 കന്യാസ്ത്രീകളും ഒരു ചേരിയും ഇരയും 2 കന്യാസ്ത്രീകളും മറുചേരിയിലുമായിരുന്നു. അതിന് കാരണം സാമ്പത്തിക പ്രശ്നമാണെന്ന് കേൾക്കുന്നു. സിസ്റ്റർ അനുപമയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്യാസം ഉപേക്ഷിച്ചതോടെ മഠത്തിലെ വഴക്ക് പൊതുസമൂഹം അറിഞ്ഞു. സ്വാഭാവികമായും ജലന്ധർ രൂപതയിൽ നിന്നുള്ള സഹായം ഇല്ലാതായതും മഠത്തിലെ പോലീസ് കാവൽ ശക്തമായതുകൊണ്ട് തന്നെ ജനസമ്പർക്കം ഇല്ലാതായതും അവരുടെ ദുരിതം വർദ്ധിപ്പിച്ചു. ബിഷപ്പും കന്യാസ്ത്രീമാരും തമ്മിലുള്ള വിഷയത്തിൽ തെളിവിന്റെ അഭാവത്തിൽ സഭാ സംവിധാനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ പീഡനാരോപണം ഉയർത്തി അവർ കോടതിയിൽ എത്തുകയും ചെയ്തു. ഇനി കോടതി വിധി അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അവസാനത്തെ പീഡന ആരോപണ ദിവസത്തിന് 2 വർഷം കഴിഞ്ഞ് പരാതി ഉയരാൻ കാരണം എന്താണെന്ന് കന്യാസ്ത്രീകൾക്ക് മാത്രമേ അറിയൂ. സൂര്യനെല്ലി കേസിൽ പ്രായപൂർത്തിയാകാത്ത ഇരയോട് സമൂഹം ചോദിച്ചത് നീ ഉറക്കെ കരയാത്തത് എന്തുകൊണ്ടാണെന്നല്ലേ? അതുപോലൊരു ചോദ്യം ഇവിടെ ഉയരാത്തത് പ്രതിസ്ഥാനത്ത് ബിഷപ്പ് ആയതുകൊണ്ടല്ലേ? സിസ്റ്റർ അനുപമയ്ക്കൊപ്പം വഞ്ചി സ്ക്വയറിൽ സമരത്തിനിരുന്ന സിസ്റ്റർ ലൂസിയുടെ പ്രതികരണത്തിൽ നിന്നാണ് മഠത്തിലെ ചേരിതിരിവ് പൊതുസമൂഹം അറിയുന്നത്. അനുപമയും കൂട്ടരും പട്ടിണിയിലായിരുന്നെന്നും ലൂസി സിസ്റ്റർ പറയുന്നുണ്ട്. 3 വർഷത്തിന് ശേഷം കന്യാസ്ത്രീകൾ മഠത്തിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ കാരണം നീതി വൈകുന്നത് കൊണ്ടുള്ള നിരാശയാണെന്ന വാദം വ്യാജമാണ്. കന്യാസ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ചുരിദാറിട്ട് സമരം നടത്തിയ സിസ്റ്റർ ലൂസിയെ നിയമപരമായി മഠത്തിൽ നിന്ന് പുറത്താക്കിയതിൽ പിന്നെ ലൂസി സന്യാസ വേഷത്തിൽ മാത്രമാണ് വെളിച്ചത്ത് വരുന്നത്. അധികാര സ്ഥാനത്ത് നിന്ന് പ്രതിഷേധിക്കുന്നവരുടെ എല്ലാം അന്ത്യം സ്വന്തം നിലനിൽപ്പിലാണ് കലാശിക്കുക. അധികാര സംവിധാനത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ട് വിമർശനം നടത്താൻ കഴിയില്ല. ബിഷപ്പിനെതിരെ കേസിന് പോയപ്പോൾ തന്നെ അതിന്റെ അനന്തരഫലം അന്വേഷിക്കാൻ തയ്യാറാകാതെ ശത്രുക്കളുടെ ഉപദേശപ്രകാരം നീങ്ങിയതാണ് മഠം വിട്ടുപോകാൻ കാരണമായത്. മഠം വിട്ടിറങ്ങുന്നവരെ മഹത്വവൽക്കരിക്കുന്നവർക്ക് അവരുടെ ലക്ഷ്യം സാധിച്ചു. അടുത്ത ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങുകയും ചെയ്യും. ഈ പറഞ്ഞത് സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കുറിപ്പാണ്.